ഗൈസ്, ഞാൻ ഒരുപാട് നാളായിട്ട് കഴിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് കേട്ടോ. മധുചേട്ടൻ്റെ കടയാണ് ഇത്. അപ്പോൾ ഞാനിന്ന് ഊണ് കഴിക്കാൻ എഴുതാം. അപ്പോൾ ബാ, നമുക്ക് ഊണ് കഴിക്കാം. ഹലോ ICI ലവേഴ്സ്, ഞങ്ങളിപ്പോൾ ചേർത്തലയിൽ മധുചേട്ടൻ്റെ കടയിലാണ്. ഇവിടെ നല്ല അടിപൊളി ഊണും പല ടൈപ്പ് ഫിഷസും ആണ്. ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ. ഫിഷസ് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്, ഇവിടെ എവിടെയൊക്കെ ചോറ് വെക്കുന്നത്, എവിടെയൊക്കെ എല്ലാം കാണിച്ചു തരാം. ഇപ്പം ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നത് പാൽക്കപ്പയും നല്ല മസാല പുരട്ടിയ പ്രോൺസ് റോസ്റ്റും കൊണ്ടാണ് കഴിക്കാൻ പോകുന്നത്. അത്രയും നല്ല ടേസ്റ്റ്, നല്ല വെളിച്ചെണ്ണയുടെ മണം, നല്ല മസാലയൊക്കെ പരണ്ട് നല്ല കിടു ടേസ്റ്റ്. പാൽക്കപ്പ വായിൽ അലിഞ്ഞു പോവാം, അത്രയ്ക്ക് ടേസ്റ്റ്. ഇവിടെ നെയ്മീൻ, അതായത് കിങ് ഫിഷ് ഉണ്ട്, കാളാഞ്ചി ഉണ്ട്, ഈ പ്രോൺസ്, അതുപോലെ മീനിൻ്റെ തലക്കറി ഇല്ല, വലിയ മീനിൻ്റെ തലക്കറി, അതൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. അതുപോലെ എന്തൊക്കെയാണ് ഊണ്, ഇവിടുത്തെ എന്തൊക്കെ സ്പെഷ്യലാണ് എല്ലാം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ ഏരിയ വരുവാണെങ്കിൽ മധുചേട്ടൻ്റെ കട മിസ് ചെയ്യരുത്, അത്രയ്ക്കും അടിപൊളിയാണ്. നമ്മുടെ കാളാഞ്ചി മീൻ എത്തിയേ, എനിക്ക് കണ്ടിട്ട് കൊതി വന്നിട്ട് വയ്യ. അതാ ദശയൊക്കെ കണ്ടോ, നല്ല മസാലയും ഇതെല്ലാം ആയിട്ട് സൂപ്പറാണ്. ഞാനിത് കഴിക്കട്ടെ എന്നിട്ട് പറയാമേ. സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ മസാലയും ഇത് ദശയിലൊക്കെ മസാല ഉള്ളിലോട്ട് ഇറങ്ങി പണ്ട്. അപ്പൊ എത്ര വർഷമായി ചേട്ടന്? ആ സമയത്താണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. കാളാഞ്ചി കഴിഞ്ഞു, ഞാനടുത്ത് നമ്മുടെ നെയ്മീൻ എടുത്ത് കഴിക്കാൻ പോവാണേ. ഇപ്പം നെയ്മീന് ദശയും ചൂടുണ്ട്, മസാല എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത എരിവൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാൽ മസാലയും കിടുക. ഞാൻ കഴിക്കട്ടെ, ഞാൻ ചോറൊക്കെ കൂട്ടിയാൽ കഴിക്കാൻ പോകുന്നു. എൻ്റെ പൊന്നോ, ഈ വെള്ളമോര് കറി, കുമ്പളങ്ങിയിട്ട വെള്ളമോര് കറി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നു. ചുവരെ മഞ്ഞ കളറിലാണ് കണ്ടിട്ടുള്ളത്. അസാധ്യ ടേസ്റ്റ്. ഇതും നമ്മുടെ ഈ നെയ്മീനും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ. ഇതൊക്കെ കഴിച്ചു തന്നെ നിങ്ങൾ അനുഭവിച്ചറിയണം. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങളിപ്പോൾ ശരിക്കും ഇരിക്കുന്നത് മധുചേട്ടൻ്റെ തറവാട് വീട്ടിലിരുന്നാണ് കഴിക്കുന്നത്. ഇവിടെയാണ് ശരിക്കും ആദ്യം ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് മാത്രമാണ് സൗകര്യമൊന്നും മേടിക്കില്ല കേട്ടോ. AC റൂമുണ്ട്, AC റൂം വേണ്ടിയവർക്ക് AC റൂമുണ്ട്. ഔട്ട്ഡോർ സെറ്റപ്പിലിരുന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഞാനതെല്ലാം വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞാനതെല്ലാം വഴിയെ ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. എല്ലാ സൗകര്യത്തോടും കൂടെ ഉള്ളൊരു പ്ലേസാണ്. കുട്ടികളും മക്കളും എല്ലാവരുമായിട്ട് വന്ന് എത്ര പേര് വേണമെങ്കിലും നമ്മൾ സൗകര്യപരമായിട്ട് ഇന്ന് കഴിക്കാം. ഞങ്ങളിവിടെ ചൂസ് ചെയ്തു, അതുകൊണ്ട് ഇവിടെ ഇരിക്കുക. തറവാട്ടിൽ ഇരുന്ന് കഴിക്കുന്ന സുഖമൊന്നും വേറെ ഇല്ല, അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നു. അപ്പോൾ ശരി, ഈ കഴിച്ചിട്ട് ബാക്കി കഥകൾ നമുക്ക് പറയാമേ. ലാസ്റ്റ് നമ്മുടെ പ്രോൺസിൻ്റെ മസാല ഉണ്ടായിരുന്നേ, അതിൽ ചോറൊക്കെ ഇട്ട് ഫുൾ മിക്സ് ചെയ്തു. എന്നിട്ട് പൊന്നോ സാമാന്യ ടേസ്റ്റാണ്. എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കടന്ന് ചെന്ന് കഴിയുമ്പം ഇങ്ങനെയാണ് കാണുന്നത്. നേരെ ഔട്ട്ഡോറിൽ സീറ്റിംഗ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാണിച്ചു തരാം. ഇതാ അവരുടെ കുക്കിംഗ് ഏരിയ ആണ്. ഇതാണ് നമ്മുടെ മധുചേട്ടൻ. ഇതെന്തായിരുന്നു? കാളാഞ്ചി. ഇത് പ്രോൺസ് അല്ലേ? ഈ തന്നെ നമുക്ക് ഇത് വെള്ളമാകുമല്ലോ.
ആവല്, ഇത് ചെമ്മീൻ. അങ്ങനെ ഒറ്റ പ്രാവശ്യം അത് വറുത്തങ്ങ് അല്ലെങ്കിൽ ഇവിടെ ആവും. ഇത് ഇതാണോ? ഇത് കിങ്ഫിഷ്, കിങ്ഫിഷ്, ഇത് പിന്നെ പോംഫ്രെറ്റ്, ഇത് ചെമ്മീൻ, പ്രോൺസ്. നിങ്ങൾക്ക് പിന്നെ ഇനി പല ഐറ്റംസ്, മീൻ കറി പല കാണണം. നെന്മീൻ്റെ ഓക്കെ. ഇത് എരിവില്ല. ഓ ഓക്കെ. കാശ്മീരി ഫുൾ കാശ്മീരി. ഈ സാധനം ഇതെല്ലാം പരിചയമായതിനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആവൂര്, ഇത് ബ്രാലി, ഇത് കാളാഞ്ചി, നെന്മീന്, കരിമീന്, ചെമ്മീൻ. കരിമീൻ ഉണ്ട് വെച്ചാൽ തല കണ്ടല്ലോ. തല കണ്ടു. കയറി ഉടനെയുള്ള ഫസ്റ്റ് ഔട്ട്ഡോർ സ്പേസ് ആണേത്. ഇവിടെ ഇരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫാൻ ഇട്ട സ്പേസിലിരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ ഇതാ കാണുന്ന AC റൂമിലിരുന്ന് കഴിക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ തറവാട് വീട്ടിലാണ് ചൂസ് ചെയ്തത്. ഇതാണ് ചോറ് വെക്കുന്നൊക്കെ സ്ഥലം എന്ന് പറഞ്ഞ് മതിച്ചേട്ടൻ കാണിച്ചു തന്നായിരുന്നേ. മതിച്ചേട്ടൻ്റെ ആ ചിരി കണ്ടോ, നമ്മൾ ഓരോരുത്തരെയും പേഴ്സണലായി ചേട്ടൻ വിളിച്ച് അകത്തേക്ക് ക്ഷണിച്ചിരുത്തും കേട്ടോ. മനസ്സും വയറും നിറഞ്ഞ് കഴിക്കാനൊരിടം, അതാണ് നമ്മുടെ മതിച്ചേട്ടൻ്റെ കട. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.